ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഓണം ഏതാണ്ട് ഹലാലായി മുസ്ലിങ്ങൾ ഹൈജാക്ക് ചെയ്തിട്ടുണ്ട്. ഹിന്ദുക്കൾ അതിനെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുമുണ്ട്. അതിനെതിരെ പ്രതികരിച്ച് ക്രിസ്ത്യാനികളും എത്തിയിട്ടുണ്ട് രംഗത്ത്. അതായത് ഹിന്ദുക്കളുടെ ആഘോഷമാണ് ഓണം, അവരത് കൊണ്ടാടിക്കോട്ടെ, അത് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും അതുമായിട്ട് എന്താണ് ബന്ധമെന്ന് ചോദിച്ച ഒരുപറ്റം ആളുകൾ. എന്തായിരുന്നാലും എത്ര കണ്ട് മതപരമായി മനുഷ്യനെ ഇടാൻ ശ്രമിക്കുന്നു, അത്ര കണ്ട് ആ മതത്തിന്റെ കെട്ടുപാടുകൾ വലിച്ചു പൊട്ടിച്ച് ജനങ്ങൾ മുന്നോട്ട് തന്നെ കുതിക്കുന്നു. നമുക്കറിയാം, ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ആഘോഷമാണ് എന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ ആരും ഓണത്തോടൊപ്പം നമ്മുടെ സഹജീവികളോടൊപ്പം, അയൽക്കാര്, കൂട്ടുകാര്, സഹപ്രവർത്തകരോടൊക്കെ ഒപ്പം ആടുകയും പാടുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോ തട്ടമിട്ട പെൺകുട്ടികളുടെ ഒരു തരം കസർത്ത് കണ്ടാല് ഓണം കേരളത്തിൽ ആദ്യമായിട്ടാണോ എന്ന് തോന്നിപ്പോകും. ഇതുവരെ കേരളം കാണാത്ത, കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ ഓണത്തെയാണ് തട്ടമിട്ടവർ നമുക്ക് മുമ്പിൽ ഡിസ്പ്ലേ ചെയ്യാൻ ശ്രമിക്കുന്നത്. പെരുന്നാള് വന്നാൽ സ്വന്തം വീട്ടിലിരുന്ന് ഇവര് തക്ബീർ ചൊല്ലുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പെരുന്നാളിന് ഒന്നുമല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നനച്ച് പുതിയ വസ്ത്രവും ധരിച്ച് ഈദ്ഗാഹിലേക്ക് പോകുന്നവരായിരിക്കുമോ ഇവർ? അല്ല. ഭക്ഷണം ഉണ്ടാക്കാനും മൈലാഞ്ചി ഇടാനും പുതുവസ്ത്രം ഇടാനും അത് തയ്പ്പിക്കാനും മാറ്റിയെടുക്കാനും മാച്ച് നോക്കാനും അതിനനുസരിച്ച് ഫോട്ടോ എടുത്ത് സ്നാപ്പിട്ട് അതുപോലെ റീൽസ് ചെയ്ത് അതിനൊക്കെയുള്ള തിരക്കുകളായിരിക്കും. ഇന്ന് ക്യാമ്പസുകളിൽ കാണുന്ന ഓണാഘോഷമുണ്ടല്ലോ, അത് വൈറലാകാൻ വേണ്ടിയാണ് എന്നത് അവർക്കും അറിയാം, നമുക്കും അറിയാം. ഇവരുടെ ആദർശം എവിടെ നിൽക്കുന്നു, ഇവരുടെ വിശ്വാസം എവിടെ നിൽക്കുന്നു, മതം എവിടെ നിൽക്കുന്നു? ഒരു തർക്കവുമില്ല. മനുഷ്യൻ സന്തോഷിക്കാവുന്ന വളരെ കുറച്ച് മേഖലകളേ ഉള്ളൂ, അതവർ സെലക്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അതിനകത്ത് മതത്തിന്റെ മാനം കാണുന്ന ആളുകളുടെ മാനസിക നിലയ്ക്കാണ് തകരാറുള്ളത്. മറ്റുള്ള മതവിഭാഗങ്ങളുടെ ആഘോഷങ്ങള് ഏതെങ്കിലും പ്രത്യേകിച്ച് ഇസ്ലാം മതവിശ്വാസികൾ ആഘോഷിക്കുകയോ അതിലൊന്ന് സന്തോഷം പ്രകടിപ്പിക്കുകയോ ചെയ്താൽ അതിനെ കുറ്റപ്പെടുത്താനും അതിനകത്തു മതം കലർത്തി കൊണ്ടുവരാനും അതിലെ ഹറാമും ഹലാലും ഒക്കെ ചെയ്യാനും മുസ്ലിം പുരോഹിതർ നടക്കുന്നത് കൊണ്ടുള്ള പ്രശ്നമല്ലേ ഇത്? എന്നിട്ട് രക്ഷിതാക്കളെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നറിയാമോ? വളരെ ചെറിയ പ്രായത്തിലെ തന്നെ മതം പഠിപ്പിക്കുന്നു. ഈ മതം എന്തോ വലിയ സംഭവമാണ് എന്ന് പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ അന്യമത വിശ്വാസികളെ, വിഭാഗങ്ങളെ വെറുക്കാനും അവരോട് കൂട്ടുകൂടാതിരിക്കാനും അവരുടെ മതം നോക്കി അവരെ അടുപ്പിക്കാനും അകറ്റാനും പഠിപ്പിക്കുന്നതല്ലേ ഇതിന് കാരണം? എന്നിട്ട് രക്ഷിതാക്കൾക്ക് എന്തുകൊണ്ടാണ് മക്കളെ നിയന്ത്രിക്കാൻ കഴിയാത്തതെന്നും നാളെ പടച്ചവന്റെ കോടതിയില് മാതാപിതാക്കൾ ഉത്തരം പറയേണ്ടി വരുമെന്നും ഒക്കെയാണ് ഇവർ പറയുന്നത്. ഇത് അറിവില്ലായ്മയാണോ അതോ മതത്തിന്റെ ഇട്ട് ഈ യുവതലമുറയെ അടക്കാൻ നോക്കുമ്പോൾ അവരാ വേലിക്കെട്ടുകൾ പൊട്ടിച്ച് പുറത്തു ചാടുന്നതല്ലേ? ഇതിനകത്ത് ഹറാമും ഹലാലും കൂട്ടിക്കലർത്തി സംസാരിക്കാൻ പോകുമ്പോൾ മാത്രമല്ലേ ഈ പ്രശ്നം സംഭവിക്കുന്നത്? ഇന്ന് കണ്ടതിൽ ഏറ്റവും നല്ല ഒരു ചിത്രം, ജമന്തിപ്പൂ പിച്ചുന്ന മുസ്ലിം വനിത എന്ന ക്യാപ്ഷനോടുകൂടി ഈ വർഷത്തെ ഓണം കൊടിയേറിയിട്ടുണ്ട് എന്ന രൂപത്തിൽ ഒരു വീഡിയോ പ്രചരിച്ചു. തട്ടമിട്ടതിന്റെ പേരിൽ എന്തിനാണ് എന്നെ മാറ്റി നിർത്തുന്നത് എന്ന് ആ പോസ്റ്റിനകത്ത് തന്നെ ഉണ്ടൊരു ധ്വനി. തട്ടമിട്ടിട്ട് പൂക്കളമിടണമെങ്കിൽ അവരിട്ടോട്ടെ. അവർക്ക് അത്തപ്പൂക്കളം ഇടണോ, തിരുവാതിര കളിക്കണോ, തുമ്പപ്പൂ തുള്ളണോ, പുലിക്കളി കളിക്കണോ, സുന്ദരിക്ക് പൊട്ടുകുത്തണോ, ഉറിയടി വേണോ? തട്ടമിട്ട പെണ്ണിനെ തന്നെ ഇന്ന് ഒരു മൗലവി കണ്ണുകെട്ടി സുന്ദരിക്ക് പൊട്ടു തൊടാൻ വേണ്ടി കൊണ്ടു നിർത്തുന്ന ഒരു ചിത്രവും ഒരു വീഡിയോയും ഒക്കെ ഇന്ന് വൈറലായി. ഇത് മതങ്ങൾ തമ്മിൽ മൈത്രി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. നമ്മളാണ് ജീവിച്ചിരിക്കുന്നവർ, നമുക്കാണ് മാറ്റമുള്ളത്. അതുകൊണ്ട് മനുഷ്യന്മാര് തമ്മിൽ ഐക്യപ്പെടണം, ഐക്യപ്പെട്ടേ പറ്റൂ. പക്ഷേ മത മൈത്രി ഉണ്ടാകില്ല.
മതസൗഹാർദ്ദം പുലരില്ല. നമ്മൾ എത്ര തലകുത്തി നിന്ന് ശ്രമിച്ചാലും ശരി. മാനവ മൈത്രിയാണ് വേണ്ടത്. നമ്മുടെ പൈതൃകം, നമ്മുടെ സംസ്കാരവും നമ്മളെ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്. നമ്മുടെ മക്കളോടും നമ്മൾ നാനാത്വത്തിൽ ഏകത്വം നമ്മൾ പഠിച്ചു വളർന്ന ആ കാലഘട്ടത്തെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നു. ഇപ്പോ ക്രിസ്ത്യാനികള് ക്രിസ്തുമസ് ആഘോഷിക്കുന്നു, അവർ സ്റ്റാർ കെട്ടുന്നു. നമ്മുടെ വീട്ടിൽ ഒരു സ്റ്റാർ കെട്ടിയാൽ എന്താ പ്രശ്നം? നമ്മളൊരു ക്രിസ്മസ് ഗ്രീറ്റിംഗ്സ് കൊടുത്താൽ എന്താ പ്രശ്നം? ഒരു കേക്ക് കട്ട് ചെയ്താൽ എന്താ പ്രശ്നം? ഇത് പരസ്പരം അംഗീകരിക്കൽ കൂടിയാണ്. വിശ്വാസവും അതുപോലെ അനുഷ്ഠാനങ്ങളും ഓരോ മതത്തെയും വെച്ച് കൂട്ടിക്കെട്ടുമ്പോഴാണ് ഈ കുഴപ്പമുണ്ടാകുന്നത്. നമ്മളിപ്പോൾ ബലി പെരുന്നാൾ വരുന്നു, നമ്മുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നു, അപ്പുറത്തെ വീട്ടിൽ കൊടുക്കുന്നു. സ്വന്തം മോനെ ബലി കൊടുത്തതിൻ്റെ ഓർമ്മയാണ്. ആ ഒരു രൂപത്തിലാണോ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നമ്മളുമായിട്ട് പെരുന്നാളിന് നമ്മളോട് ഒത്തുചേരുന്നത്? അല്ല. ഞാൻ ഒരു മുസ്ലിം പുരോഹിതന്റെ വാട്സപ്പ് സ്റ്റാറ്റസ് കാണാനിടയായി. ഇന്നും അത് വൈറലാണ്. ഓണത്തിന് സാരി ഉടുത്ത് തലയിൽ തട്ടവും ഇട്ട് മുസ്ലിം പെൺകൊടികൾ പോകുന്നു പൂക്കളമിടാൻ. ഇത്രയൊക്കെ തനിച്ച ഹറാമ് ചെയ്യുന്ന നീ എന്തിനാണ് കഷ്ടപ്പെട്ട് തലയിൽ തട്ടമിടുന്നത് എന്ന് ചോദിച്ചാൽ പറയും മുസ്ലിം അല്ലേ. തല മറച്ചില്ലേൽ പടച്ചവൻ ശിക്ഷിക്കില്ലേ? യാ അല്ലാ, പടച്ചോനെ ഭയമുള്ള ആരെങ്കിലും ഉണ്ടല്ലോ? ബാക്കി സാരി ഉടുത്ത് ഓണം ആഘോഷിക്കുന്നതിനും പൂക്കളം ഇടുന്നതിനും ചെരിഞ്ഞും മറിഞ്ഞും ഫോട്ടോ എടുക്കുന്നതിനും പടച്ചോൻ ശിക്ഷിക്കില്ല. ഇതൊക്കെ ചെയ്താൽ പടച്ചോൻ സ്വർഗത്തിലേക്ക് ഡയറക്റ്റ് റെഫർ ചെയ്യുമല്ലോ. അല്ല, അങ്ങനെയാണ് പലരുടെയും വിചാരം. ഇതൊരു വസ്തുതയാണ്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇത്രയേ ഉള്ളൂ. മുസ്ലിം പെൺകുട്ടികളുടെ ഓണാഘോഷം ഹറാമാണല്ലോ ആ ചെയ്യുന്നത്. അപ്പോ തലയിൽ തട്ടമിട്ടിട്ട് ഹറാമ് ചെയ്താൽ പറ്റും എന്നാണോ? കുഴപ്പമില്ലെന്നാണോ? തട്ടമിട്ട് പൂക്കളം ഇടാമോ? ഓണം ആഘോഷിക്കുന്നത് ഒന്നും പടച്ചോന് ഇഷ്ടമല്ലേ? തട്ടമിട്ടത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അല്ലെ? അപ്പൊ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തടസ്സമാണോ ഒരു പൂക്കളം ഇടുന്നത്? അതേ എന്നാണ് മുസ്ലിം പഠിപ്പിക്കുന്നത്, മുസ്ലിം പൗരോഹിത്യം പഠിപ്പിക്കുന്നത്. കാരണം ഗോപാലൻ നായർ ജീവിതത്തിൽ യഥേഷ്ടം ദാനധർമ്മങ്ങൾ ചെയ്തു, പക്ഷേ പരലോകത്ത് വിജയിച്ചില്ല. എന്താ കാരണം? ഗോപാലൻ നായർ ആയതുകൊണ്ട്. അദ്ദേഹം പൊന്നാനിയിൽ പോയിട്ട് അറ്റം കട്ട് ചെയ്തില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ മേലെ ആരോപിക്കപ്പെടുന്ന പ്രശ്നം. അതുപോലെ ഒരു മനുഷ്യൻ എത്ര തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്താലും ശരി, അയാൾ വിശ്വാസി അല്ലെങ്കിൽ അയാൾ ചെയ്ത സൽക്കർമ്മം കൊണ്ട് ഒരു കാര്യവുമില്ല എന്നുള്ളതാണ്. ഒരുപാട് പേര് ഓണാശംസകളുമായിട്ട് വന്നിട്ടുണ്ടല്ലോ. സന്തോഷം. എല്ലാവർക്കും തിരിച്ചും ഓണാശംസകൾ കേട്ടാ. ഓണം മുബാറക്ക്. നമുക്ക് ഓണം മുബാറക്ക്. അപ്പോ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ തടസ്സം ഒന്ന് ക്രിസ്തുമസിന് വിഷ് ചെയ്യുന്നതാണോ? ഒരു ഓണസദ്യ കഴിക്കുന്നതാണോ? ഇതുപോലെയുള്ള മതഭ്രാന്തന്മാരെ ചങ്ങലക്കിടേണ്ടുന്ന സമയം അതിക്രമിച്ചിട്ടുണ്ട്. അവര് പറയുന്നത് അവരുടെ മതമായിരിക്കും. പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഓണവും ക്രിസ്തുമസും ഉണ്ടോ? എന്നാലല്ലേ പ്രവാചകൻ അത് പറഞ്ഞു വെക്കൂ, അത് പാടില്ല എന്ന്. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ വിഭാഗീയതയും വർഗീയതയും മതസ്പർദ്ധയും അന്യമത വിരോധവും ഉണ്ടാക്കി തീർക്കുന്നത് ആരാണ്? മലയാളികളുടെ, കേരളത്തിന്റെ ദേശീയ ഉത്സവമാണ് ഓണം. നമ്മൾ ഇങ്ങനെയല്ലേ പഠിച്ചിട്ടുള്ളത്? അത് വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കി തൻ്റെ ആശയം, തൻ്റെ വിമർശനം, തൻ്റെ എതിർപ്പ് മറ്റുള്ളവരെ അറിയിക്കുന്നു. ഞാനൊരു മതപണ്ഡിതനല്ലേ, അതുകൊണ്ട് മുസ്ലിം സമുദായത്തെ മറ്റു മതസ്ഥർക്ക് മുന്നില് അവഹേളിക്കുകയല്ലേ ഇവര് ചെയ്യുന്നത്? സത്യം പറഞ്ഞാൽ ഈ മതപുരോഹിതന്മാരല്ലേ ഈ മതത്തെ അവഹേളിക്കുന്നത്? ഇത്തരം അപകടകരമായ പ്രവണതകൾ വർദ്ധിച്ചു വന്നപ്പോൾ നമ്മുടെ സമൂഹത്തിൽ എന്ത് സംഭവിച്ചു? മാവേലിമാരുണ്ടായി. അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന ലിബറൽ മാവേലികളുണ്ടായി. ആ രൂപത്തിൽ അസ്സലാമു അലൈക്കും പറയുന്ന മാവേലിമാരുടെ വീഡിയോകള്, അവരുടെ റീൽസുകള്, തട്ടമിട്ട പെൺകുട്ടികളുടെ ഡാൻസ്, ഊഞ്ഞാലാട്ടം, പോരെങ്കിൽ അവരും സലാം പറഞ്ഞ് മാപ്പിളപ്പാട്ട് പാടി തിരുവാതിര കളിക്കുന്ന രൂപത്തിലേക്ക് അവരെ കൊണ്ടുവന്ന് എത്തിച്ചത് നിങ്ങളാണ് പുരോഹിതന്മാരെ. തട്ടമിട്ട് ഓണം ആഘോഷിച്ച പെൺകുട്ടികളൊക്കെ മതത്തിന് പുറത്താണെങ്കിൽ ഉസ്താദെ കുട്ടികളെ പീഡിപ്പിക്കുന്ന ഉസ്താദുമാർ,
മതത്തിനകത്തോ പുറത്തോ. മലദ്വാറിനകത്ത് കയറ്റി സ്വർണം ഹലാലാക്കി ഞെക്കിപ്പിഴിഞ്ഞ് പുറത്തെടുക്കുന്ന രീതിയുണ്ടല്ലോ, അത് ഹറാമോ ഹലാലോ? ലഹരി, കള്ളക്കടത്ത്, കഞ്ചാവ്, സ്ത്രീകളെ ഇവരെ കൊണ്ടുപോയി വിൽക്കുന്നവർ, മയക്കുമരുന്ന്, പെൺവാണിഭക്കാർ, കൊട്ടേഷൻകാർ, ഇവരൊക്കെ മതത്തിനകത്താണോ പുറത്താണോ? ഓണത്തിനൊന്ന് സാരി ഉടുത്തു, സെറ്റ് സാരി ഉടുത്തു, ഒരു തട്ടമിട്ടു, നൃത്തം കളിച്ചു. ഇന്ത്യൻ പീനൽ കോഡിൽ ഇതൊന്നും കുറ്റമല്ലല്ലോ, ആണോ? ഭരണഘടനാ വിരുദ്ധമായിട്ട് അവരെന്തെങ്കിലും ചെയ്തു പോയോ? ഇത് ഇപ്പോ എല്ലാ നാട്ടിലും ഗൾഫ് കൺട്രീസിലൊക്കെ എല്ലാവരും ഓണസദ്യ കഴിക്കുന്നുണ്ട്, ഓണം ആഘോഷിക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും പറയുന്ന മാവേലിമാരെ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയ വൈറലായിരിക്കുന്നു. മുസ്ലിം പെൺകുട്ടികൾ ഇത്രയധികം ഓണം ആഘോഷിച്ച വർഷങ്ങൾ കഴിഞ്ഞതോ അതിന്റെ അങ്ങേ അപ്പുറത്തതോ ഈ വർഷത്തെയോ പോലെ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. കാരണം എന്താ? മതപുരോഹിതന്മാരുടെ മതനിയമങ്ങൾ വർദ്ധിച്ചു വന്നു. ഒരു മനുഷ്യന്റെ സ്വകാര്യതയിൽ പോലും കടന്നു കയറുന്ന രൂപത്തിലേക്ക് മതം വന്നപ്പോൾ അവരാ മതത്തെ അങ്ങ് മാറ്റി നിർത്താൻ തയ്യാറായി. ഇതുവരെ അസ്സലാമു അലൈക്കും പറഞ്ഞ് ഓണ മുബാറക് ആശംസിച്ച എത്ര പേരെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്? നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഓണത്തിന് ക്രിസ്തുവിനേക്കാൾ പഴക്കമുണ്ടെന്നൊക്കെയാ. കാർഷിക ഉത്സവമായി കേരളം ആഘോഷിച്ച ഉത്സവത്തിന് ദ്രാവിഡനായ മഹാബലിയെ ചതിച്ചു കൊന്ന ആര്യദൈവമായ വാമനന്റെ കഥ നമ്മളിൽ എത്ര പേർക്കറിയാം? നമ്മൾ ഇതൊക്കെ വിശ്വസിച്ചിട്ടാണ് ഓണം ആഘോഷിക്കുന്നത്. ഇതുണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, ഇത് രണ്ടായാലും മഹാനായ ദ്രാവിഡ രാജാവിനെ ചവിട്ടിത്താഴ്ത്തിയ ദുഷ്ട കഥാപാത്രമായ വാമനനെ പ്രതിഷ്ഠിക്കുന്ന ഈ കഥയെ വിശ്വസിച്ചിട്ടല്ല നമ്മൾ അത്തപ്പൂക്കളം ഇടുന്നതും ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത്. ഇതൊരു സന്തോഷം എന്നതിനപ്പുറം മറ്റൊന്നുമില്ല ഇതിനകത്ത്. ഹിന്ദി അധിനിവേശം മുതൽ ബീഫ് നിരോധനം വരെയുള്ള നമ്മുടെ നാടിന്റെ ഈ രീതികൾ എടുത്താൽ ആരെയാണ് പ്രതിരോധിക്കേണ്ടത് എന്ന് അതിനകത്ത് തന്നെയുണ്ട് പാഠങ്ങൾ. ഓണം മുസ്ലിമിൻ്റെതല്ല, ക്രിസ്ത്യാനിയുടേതല്ല, ഹിന്ദുവിൻ്റെതാണെന്നും, ക്രിസ്തുമസ് ക്രിസ്ത്യാനിയുടേതാണെന്നും, ഈദ് മുസ്ലിമിൻ്റെതാണെന്നും ഒക്കെ പറയുന്ന നമ്മള് എന്താ മുമ്പ് പഠിച്ചിരുന്നത്? മലയാള നാട്ടിലെ ഒരു മഹാനായ രാജാവ്, സത്യസന്ധനായ രാജാവ്, ആ രാജാവിനെ ചതിച്ചു. അതിന്റെ ഓർമ്മ. മലയാള നാടിന് വേണ്ടി രക്തസാക്ഷിയായ മഹാബലി വഞ്ചനയുടെ മുമ്പിൽ തോറ്റുപോയ ഒരു സന്ദേശം, ഒരു ദിവസം. ഇതൊക്കെ നമ്മൾ ആരെങ്കിലും ഓർത്തിട്ടാണോ ഇത്രയും കാലവും ഓണാഘോഷിച്ചത്? അല്ല, ഇത് എല്ലായിടത്തും മതം കയറി വരുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇങ്ങനെ നിന്റെ അടുത്ത് താമസിക്കുന്നവന്റെ വരെ മതം നോക്കണമെന്നും, നിന്റെ സുഹൃത്തിനെ വരെ മതം നോക്കിയേ നീ അംഗീകരിക്കാനും അതുപോലെ സുഹൃത്തായി സ്വീകരിക്കാനും പാടുള്ളൂ എന്ന് മുസ്ലിം പുരോഹിതർ പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അവര് ആദ്യം ആ മതപുരോഹിതന്മാരെ വലിച്ചു വെളിയിലിട്ടു. ഈ മതപുരോഹിതന്മാര് പറയുന്നത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. എന്നിട്ട് അവരെന്ത് ചെയ്തു? ഓണത്തെ അവർ ജനകീയവൽക്കരിച്ചു. എന്നിട്ട് അവര് ഹംദും സലാത്തും സ്വലാമും ചൊല്ലി ഇവിടെ തുടങ്ങട്ടെ യാ അല്ലാ എന്ന് പാടി അവർ ഓണത്തെ വരെ ഹൈജാക്ക് ചെയ്തു, മുസ്ലിമാക്കി മാറ്റി. ഓണത്തിന്റെ അറ്റം വെട്ടി ഓണം ഇവർ മുസ്ലിമാക്കി മാറ്റി. അഹദേ ഞങ്ങളുടെ കഴിവിന്റെ കഴിവുകൾ ഇവിടെ തുടങ്ങട്ടെ യാ അല്ലാ അങ്ങനെ പാടി അവര് മാപ്പിളപ്പാട്ട് പാടി തിരുവാതിര കളിച്ചു. തട്ടമിട്ട മുസ്ലിം പെൺകുട്ടികൾ. എന്നിട്ട് അവര് കോൽക്കളി കളിച്ചു. ഹിന്ദു സ്ത്രീകൾ അതേ പാട്ടുകൾ ഇട്ടിട്ട്. ഇതെങ്ങനെ ഇങ്ങനെ സംഭവിച്ചത്?
എന്നിട്ട് ഓണത്തിന് എന്ത് ചെയ്തു? ബീഫും ചിക്കനും ഒക്കെ അതിനകത്തൊരു വിഭവമായി മാറി. വെജിറ്റബിൾ സദ്യയെ പുച്ഛിക്കുന്ന ഒരു വിഭാഗം മലബാറുകാരുടെ ഓണം, സലാം പറയുന്ന മാവേലി, മലയാളികൾ മുഴുവനും ഒത്തൊരുമിച്ച് നിന്ന് ആഘോഷമാക്കി ഓണത്തെ അങ്ങ് മാറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മള് ഓണം വന്നു, ഓണം വന്നേ, നമ്മളിങ്ങനെ ആർപ്പോ ഇറോ എന്നൊക്കെ വിളിച്ച് നമ്മളിങ്ങനെ പാടി നമ്മൾ ഓണം ആഘോഷിച്ചിട്ടുണ്ട് ഒരുപാട്. തട്ടമിട്ട കുട്ടികൾ ഓണം സന്തോഷത്തോടു കൂടി ആഘോഷിക്കുന്നത് കണ്ട് മതപുരോഹിതന്മാർ അടക്കി പിടിച്ചു നിന്നു അവരുടെ വൈകാരികതകൾ. കാരണം എന്താ? അവരെന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, പ്രശ്നമൊന്നുമില്ല. അതല്ല, ഇവരതിനകത്ത്